എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം പഞ്ചായത്തിൽ നിന്ന് അല്പം മാറി മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന 10 സെന്റിൽ 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി വരുന്ന നല്ലൊരു സിംഗിൾ സ്റ്റോറി വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018ലെയും 19ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ഭംഗിയോടെ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ വീട് നിൽക്കുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 16 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. നല്ലൊരു ബോക്സി ടൈപ്പിൽ തന്നെയാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായിട്ട് എക്സൽ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ്. 600 മീറ്റർ മാത്രമേ ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം വരുന്നുള്ളൂ. 4 മീറ്ററോളം വീതി വരുന്ന റോഡുകളാണ് ഈ വീടിനായി കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന ഗേറ്റ് എല്ലാം ഫ്രണ്ടിലായി നമുക്ക് കാണാൻ കഴിയും. വീടിൻ്റെ മുറ്റത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 4-5 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. ഇന്റർലോക്ക് കട്ടകളെല്ലാം വിരിച്ച മുറ്റം തന്നെയാണ് ഈ വീടിന് ലഭ്യമാവുക. ഈ ഭാഗത്തെല്ലാം ഗാർഡൻ സെറ്റ് ചെയ്യാവുന്നൊരു പ്രൊവിഷനാണ് കൊടുത്തിരിക്കുന്നത്. നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ഭംഗി ആസ്വദിക്കാവുന്ന ഒരു സ്ഥലം കൂടിയാണ്. നല്ല രീതിയിലുള്ള വ്യൂ കിട്ടുന്നൊരു ഏരിയ കൂടിയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം വീടിനായി കൊടുത്തിട്ടുണ്ട്. 3 വീടുകളാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്നത്. സെൻറ്ററിലെ വീട് ഓൾറെഡി സെയിലായി കഴിഞ്ഞു. തൊട്ട് ചേർന്ന് ചെങ്കലിൽ നിർമ്മിച്ചിട്ട് ഇരിക്കുന്ന ഒരു വീട് കൂടി ലഭ്യമാണ്. 3 വീടുകളും ചെങ്കലിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം അലക്കുകല്ലും കൂടാതെ മരങ്ങളും തൈകളെല്ലാം നടാവുന്ന രീതിയിലുള്ള ഒരു മുറ്റവും മണ്ണും എല്ലാം ഇട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഇതൊരു കോർട്ട്യാർഡ് സ്പേസ് ആണ്. അത് നമുക്ക് അകത്ത് കൂടി വിശദമായി കാണാം. വടക്കിഴക്കേ മൂലയിലായാണ് കിണറിൻ്റെ സ്ഥാനം വരിക. തൊട്ട് ചേർന്നായും ടെറസിലേക്ക് കയറാവുന്ന സ്റ്റെയർ കേസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഏരിയ കൂടിയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ തിരിച്ചു വരാം. കിഴക്കോട്ടാണ് വീടിൻ്റെ ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ഈ വീട് 4 ബെഡ്റൂം വീട് തന്നെയാണ്. അതും ഓൾറെഡി സെയിലായി കഴിഞ്ഞു. അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള സിറ്റിംഗ് ഏരിയയോട് കൂടി വരുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഭംഗിയുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ്. ഈ ഇരിപ്പിടത്തിൻ്റെ താഴെയായി ഷൂറാക്കും ചെറിയ രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കിഴക്ക് ഡയറക്ഷനോട് കൂടി വരുന്ന ഈ വീടിൻ്റെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് തേക്കും ആഞ്ഞിലിയുമാണ്. 2 സൈഡിലേക്കും തുറക്കാവുന്ന തേക്കിൽ നിർമ്മിച്ചിട്ടുള്ള ഡോർ തുറന്ന് കയറി വരുന്നത് അത്യാവശ്യം വിശാലമായ ഒരു ലിവിംഗ് ഹോളിലേക്കാണ്. മനോഹരമായ ഒരു ലിവിംഗ് ഹോൾ ഇവിടെ ലഭ്യമാണ്. സീലിംഗ് വർക്കുകളെല്ലാം LED ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ നല്ലൊരു TV യൂണിറ്റാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഡൈനിങ് ഹോളിലേക്കും റൊട്ടേറ്റ് ചെയ്ത് കാണാവുന്ന രീതിയിലാണ് അതിൻ്റെയും നിർമ്മാണം. ഫ്ലോറിങ്ങിനായി 5 അടി വലിപ്പത്തിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. ആഞ്ഞിലിയുടെ വിൻഡോ തന്നെയാണ്. അതിൽ സ്റ്റീലിൻ്റെ റാഡുകളും ഉപയോഗിച്ചിട്ടുണ്ട്. വലിയ വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ നമുക്ക് കാണാം. 8 സീറ്ററിൻ്റെ 2 ടേബിൾ ഇടാവുന്നൊരു സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയോടുകൂടി തന്നെയാണ് ഈ ഒരു ഹോള് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഹോളിൽ നിന്ന് നമുക്ക് നേരെ കാണുന്ന കോർട്ട്യാർഡ് സ്പേസാണ് നമ്മൾ പുറത്തു നിന്ന് കണ്ടത്. ഡോർ കം വിൻഡോ എന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് ഇവിടെ നിന്നും നമുക്ക് കാണാൻ കഴിയുക. ആ ഒരു സ്പേസിൽ ചെടി നടാവുന്ന രീതിയിൽ മണ്ണെല്ലാം ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത്രയും പ്രകൃതി ഭംഗിയിൽ നിൽക്കുന്ന ഒരു വീട് നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. അത്രയും ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു വ്യൂ കിട്ടുന്ന രീതിയിൽ ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് വരാം. നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചണിൻ്റെ നിർമ്മാണം. നല്ല രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്ത് നല്ല മനോഹരമാക്കിയായിട്ടുള്ള ഒരു ഓപ്പൺ ഏരിയയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നല്ല രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത് കിഴക്കോട്ട് തന്നെയാണ്. ഈ ഒരു കിച്ചൺ കൂടാതെ തൊട്ട് ചേർന്ന ഈ ഒരു വർക്ക് ഏരിയ സ്പേസും നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് ആ ഒരു വർക്ക് ഏരിയ വരുന്നത്. ഇവിടെയും സിങ്കും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഭംഗിയിൽ തന്നെയാണ് അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ട് പോലെ കിച്ചണിൻ്റെ പുറത്തായി ടൈലക്കൽ എല്ലാം ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് വരാം. എല്ലാ ബെഡ്റൂമും നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. ഈ ബെഡ്റൂം ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന ബെഡ്റൂം തന്നെയാണ്. 2 ഭിത്തിയിലും വലിപ്പമുള്ള ജനലുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ബെഡ്റൂമുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനും കബോർഡ് വർക്ക് നമുക്ക് കാണാൻ കഴിയും.
തൊട്ട് ചേർന്ന് തന്നെയാണ് ഇതിൻ്റെ ബാത്റൂം വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം ഇവിടെ ലഭ്യമാണ്. നല്ല ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഫിനിഷിങ്ങോടുകൂടി തന്നെയാണ് എല്ലാ ഭാഗവും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതും ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റിൽ തന്നെ ലഭിക്കുന്ന വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിനും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ 2 ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇതും ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റിൽ തന്നെ ലഭിക്കുന്ന വിശാലമായ ബെഡ്റൂമുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ സിംഗിൾ സ്റ്റോറി വീടുകൾക്ക് 4 ബെഡ്റൂം വരാറില്ല, 3 ബെഡ്റൂമാണ് മാക്സിമത്തിൽ പണിയാറുള്ളൂ. പക്ഷേ ഈ വീട് 4 ബെഡ്റൂം എന്ന് പറഞ്ഞാൽ പോരാ, 4 ബെഡ്റൂമും നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂം തന്നെയാണ്. അങ്ങനെ 3 ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. അതുകൂടാതെ നമുക്ക് വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 16 കിലോമീറ്റർ മാത്രം അകലെയായി 10 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 65 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.